കാൽവരിലെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് കർത്താവേ, എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് അവിടെ നിന്ന് മരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആത്മീയമായി ഞാൻ മരിച്ച വ്യക്തിയാണ്. സൃഷ്ടിതാവുമായിട്ട് ബന്ധമില്ലാതെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ഈ ലോകത്തിൻ്റെ കാലഗതികൾക്കനുസരിച്ച്, പിശാചിൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശത്രുവായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നോട് മനസ്സലിവ് കാണിക്കണമേ. കാൽവരിയിലെ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നാം രക്ഷിക്കപ്പെടുന്നു. അതാണ് നാം വായിക്കുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. മനുഷ്യൻ്റെ എല്ലാ സൽപ്രവൃത്തികളെയും ദുഷ്പ്രവൃത്തികളെയും എല്ലാം മാറ്റിവെച്ച് അവനുള്ള രക്ഷ ദൈവം ദാനമായി മനുഷ്യന് നൽകുന്നു. അതാണ് ഈ മരണത്തിന് വിധേയനായ മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല വാർത്ത.